പ്രിയ സ്നേഹിതരെ, ഈ പ്രഭാതത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം പുറപ്പാട് പുസ്തകം 36 മുതൽ 38 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യം. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. റാഹേലിൻ്റെ ആദ്യജാതനും യാക്കോബിൻ്റെ 11ാമത്തെ പുത്രനുമാണ് യോസേഫ്. യഹോവ എനിക്ക് ഇനിയും തരും എന്നതാണ് യോസെഫ് എന്ന പേരിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ മറ്റു പലർക്കും യോസെഫ് എന്ന പേരുള്ളതായി കാണുന്നു. ചെറുപ്പത്തിൽ തന്നെ മാതാവ് നഷ്ടപ്പെട്ട കുട്ടിയായിട്ടാണ് യോസെഫ് വളർന്നു വരുന്നത്. എന്നാൽ അനുജനായ ബെന്യാമീൻ്റെ ജനനത്തോടുകൂടി മാതാവായ റാഹേൽ മരിക്കുന്നു. മാതാവില്ലാതെ വളർന്നു എന്ന ഒരു കുറവ് യോസെഫിൻ്റെ ജീവിതത്തിലോ സ്വഭാവത്തിലോ നമ്മൾ കാണുന്നില്ല. അനേക ആത്മീയ സത്യങ്ങൾ നോക്കി പഠിക്കുവാനായിട്ട് പറ്റുന്ന ഒരു ജീവിത രീതിയാണ് യോസെഫിൻ്റേത്. മാതാപിതാക്കൾക്ക് മക്കളിലേക്ക് പകരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നത് ദൈവത്തിലുള്ള വിശ്വാസവും സമർപ്പണവുമാണ്. അതിനേക്കാൾ ഉപരിയായ പൈതൃക സ്വത്ത് വേറൊന്നുമില്ല. നമ്മുടെ വിശ്വാസയാത്രയിലും യോസെഫിനെ നമുക്ക് മാതൃകയാക്കാം. ഒന്നാമതായിട്ട്, കുറവുകളുള്ള സഹോദരങ്ങളെ കുറവില്ലാതെ സ്നേഹിച്ചു. മാതാവില്ലാതെ വളരുന്ന കുട്ടിയാണ് യോസെഫ് എന്ന പരിഗണന സഹോദരങ്ങളിൽ നിന്ന് യോസെഫിന് ഒരിക്കൽ പോലും ലഭിച്ചിട്ടില്ല. അപ്പൻ അവന് സ്നേഹസമ്മാനമായി നിലയങ്കി നൽകിയതും സഹോദരന്മാർക്ക് ഇഷ്ടമായില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുന്നതും ദൈവം നൽകിയ പ്രാപ്തി അനുസരിച്ച് സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നതും സഹോദരന്മാരിൽ അസൂയ ഉളവാക്കി. എന്നാൽ പിതാവ് മറ്റു മക്കളെക്കാൾ അധികമായി യോസെഫിനെ സ്നേഹിച്ചതും യോസെഫിനോടുള്ള പകയ്ക്ക് കാരണമായി. പിതാവ് നൽകിയ നിലയങ്കി ധരിച്ച് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയതും സഹോദരന്മാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പൊട്ടക്കിണറ്റിലിടുകയും അവിടുന്ന് പോത്തീഫറിനെ വിൽക്കുകയും അപ്പനോട് ഇഷ്ടപുത്രൻ മരിച്ചു എന്ന കള്ളക്കഥ മെനയുകയും ചെയ്തതോടെ അവരുടെ അരിശത്തിന് ഒരു പരിധിവരെ ശമനമുണ്ടായി. എന്നാൽ ഈ പറഞ്ഞവയെല്ലാം തൻ്റെ 10 സഹോദരന്മാരുടെയും കുറവുകളാണ്. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് തൻ്റെ എല്ലാ മക്കളുടെയും കുറവുകളും അവർക്ക് സംഭവിപ്പാനിരിക്കുന്നതിനെയും കുറിച്ച് പറയുന്നു. എന്നാൽ ഈ സഹോദരങ്ങളെ തിരികെ സ്നേഹിക്കുന്നതിൽ യോസെഫ് ഒരു കുറവും വരുത്തിയിരുന്നില്ല. സ്നേഹത്തിൻ്റെ രൂപമായിരുന്നു യോസെഫ്. രണ്ടാമതായിട്ട്, ദൈവികമായ നിരപ്പ് സഹോദരങ്ങളിലേക്ക് പകരുന്നു. മാനുഷിക ചിന്തകൾക്ക് അപ്പുറമാണ് യോസെഫിൻ്റെ പ്രതികരണം. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 4-5 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസെഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. തന്നെ ദ്രോഹിച്ച സഹോദരങ്ങളോട് ഇപ്രകാരം പറയണമെങ്കിൽ ആ മനുഷ്യൻ ദൈവമായിരുന്നു. ഇവിടെയാണ് ദൈവികമായ നിരപ്പ് സാധ്യമാകുന്നത്. ദൈവത്തിൻ്റെ ഭാവമാണ് യോസെഫിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും. 7 വട്ടമല്ല 70 വട്ടം ക്ഷമിക്കണമെന്ന്. പ്രിയമുള്ളവരെ, യോസെഫിന് തൻ്റെ സഹോദരങ്ങളെ കുറവില്ലാതെ സ്നേഹിക്കുവാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, ഒരു ദൈവികമായ നിരപ്പ് സഹോദരങ്ങളിലേക്ക് പകരുവാനും അനുരഞ്ജനത്തിൻ്റെ മാർഗം ഇതാണ് എന്ന് തൻ്റെ സഹോദരങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനും യോസെഫിന് സാധിക്കുന്നു. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പലപ്പോഴും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാകുന്നു ഇവിടെ ഇന്ന് നാം കേട്ടത്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, കുറവുകളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവികമായ നിരപ്പ് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.